കണ്ണൂർ CPM-ന്റെ ഉരുക്കുകോട്ടയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളാണ് കണ്ണൂരിൽ CPM നേടിയത്, അല്ലെങ്കിൽ LDF നേടിയത്. പേരാവൂരും ഇരിക്കൂരും മാത്രമാണ് UDF-ന് ലഭിച്ചത്. ഇക്കുറി 4 മണ്ഡലങ്ങൾ LDF-നെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലങ്ങളാണ്. ആ 4 മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും പ്രാധാന്യം പേരാവൂർ മണ്ഡലമാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വിജയിച്ച മണ്ഡലം. പേരാവൂർ മണ്ഡലത്തിൽ മുമ്പ് ശൈലജ ടീച്ചർ വിജയിച്ച ചരിത്രമുണ്ട്. പിന്നീട് കോൺഗ്രസിൻ്റെ കയ്യിൽ മണ്ഡലം എത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ CPM നേതാവ് സക്കീർ ഹുസൈനെയാണ് സണ്ണി ജോസഫ് പേരാവൂരിൽ പരാജയപ്പെടുത്തിയത്. സക്കീർ ഹുസൈൻ നല്ല പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും സണ്ണി വക്കീലിന് മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു. ഇക്കുറി പേരാവൂർ പിടിക്കാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് CPM. KK ശൈലജ ടീച്ചറെ പേരാവൂരിൽ ഒരിക്കൽ കൂടി നിർത്താൻ ആലോചിക്കുന്നുണ്ട് CPM. മറ്റൊരു പേര് ജോൺ ബ്രിട്ടാസിൻ്റെ പേരാണ്. ജോൺ ബ്രിട്ടാസിനെ പേരാവൂരിൽ ഇറക്കിയാൽ അവിടുത്തെ ക്രൈസ്തവ വോട്ടുകളെ ശേഖരിക്കാൻ കഴിയുമെന്ന വിശ്വാസം CPM-നുണ്ട്. എന്തായാലും പേരാവൂർ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് CPM. മറ്റൊരു മണ്ഡലം CPM-ന് കൈവിട്ടു പോകുന്ന മണ്ഡലം ഇരിക്കൂറാണ്. കുടിയേറ്റ ക്രൈസ്തവരുടെ മണ്ഡലമായ ഇരിക്കൂർ. മുൻ മന്ത്രി KC ജോസഫ് ഏറെക്കാലം ജയിച്ച ഇരിക്കൂറിൽ ഇപ്പോൾ സജീവ് ജോസഫാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിലെ സജി കുറ്റ്യാനി മഠത്തെയാണ് സജീവ് ജോസഫ് പരാജയപ്പെടുത്തിയത്. ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിലെ സജി കുറ്റ്യാനി മഠം തന്നെയാണ് സ്ഥാനാർത്ഥി. ഇരിക്കൂർ സീറ്റ് CPM ഏറ്റെടുത്ത് കേരള കോൺഗ്രസ് എമ്മിന് മറ്റൊരു സീറ്റ് നൽകുമോ എന്നതിനെ പറ്റിയുള്ള ആലോചനകൾ ശക്തമാണ്. ഇരിക്കൂർ തിരിച്ചു പിടിക്കണം, ഇരിക്കൂർ പിടിച്ചെടുക്കണം എന്ന ഒരു വാശിയിലാണ് CPM. എന്തായാലും ഇരിക്കൂറിൽ ആരാണ് സ്ഥാനാർത്ഥിയാകുന്നത് എന്ന്, CPM ആണോ കേരള കോൺഗ്രസ് എം ആണോ സ്ഥാനാർത്ഥിയാകുന്നത് എന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റൂ. കേരള കോൺഗ്രസ് എമ്മിനാണ് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ സജി കുറ്റ്യാനി മഠം തന്നെ സ്ഥാനാർത്ഥിയായി മാറും. കണ്ണൂരാണ് LDF-ന്റെ പ്രസ്റ്റീജ് മണ്ഡലം. കണ്ണൂരിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് നിലവിലെ MLA. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ചു രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഇത്തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പിനില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. രാമചന്ദ്രൻ കടന്നപ്പള്ളി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാത്ത സാഹചര്യത്തിൽ കണ്ണൂരിലെ യുവ നേതാവ് M ഷാജറിനെ കണ്ണൂരിൽ ഇറക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂർ സിംഹം K സുധാകരൻ മത്സരിക്കുമെന്നും കേൾക്കുന്നു. പക്ഷേ കോൺഗ്രസിൽ MP-മാർ മത്സരിക്കേണ്ട എന്നാണ് സുനിൽ കനകൂലുവിൻ്റെ നിലപാടെങ്കിലും K സുധാകരൻ അടക്കമുള്ള ചില MP-മാർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ ഇക്കുറി കണ്ണൂർ നിലനിർത്തുക, പ്രത്യേകിച്ചും K സുധാകരൻ മത്സരിക്കുമ്പോൾ, CPM-ന്റെ നോട്ടപ്പുള്ളിയായ K സുധാകരൻ മത്സരിക്കുമ്പോൾ കണ്ണൂർ നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഇത്തവണ M ഷാജറിനെ ഇറക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും കണ്ണൂരിലും ഇത്തവണ പോരാട്ടം തീപാറും. അഴീക്കോടാണ് CPM വളരെ ശ്രദ്ധയോടെ നോക്കുന്ന മറ്റൊരു മണ്ഡലം. KV സുമേഷാണ് ഇവിടുത്തെ MLA. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയെയാണ് KV സുമേഷ് പരാജയപ്പെടുത്തിയത്. P ജയരാജൻ്റെ വിശ്വസ്തനായ അനുയായിയാണ് KV സുമേഷ്. KV സുമേഷ് തന്നെ വീണ്ടും അഴീക്കോട് മത്സരിക്കും. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. KM ഷാജി അഴീക്കോട് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നതുമില്ല. അഴീക്കോട് നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. കാരണം എപ്പോഴും മാറിയും മറിഞ്ഞും UDF-നും LDF-നും അനുകൂലമായി നിൽക്കുന്ന മണ്ഡലമാണ് അഴീക്കോട്. കഴിഞ്ഞ തവണ KV സുമേഷിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ചത് P ജയരാജനായിരുന്നു.
KV സുമേഷിനെ ഇറക്കിയുള്ള P ജയരാജന്റെ തന്ത്രം വിജയിക്കുകയും ചെയ്തു. ഇത്തവണ അഴീക്കോട് നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. കണ്ണൂരിൽ മുഴുവൻ സീറ്റിലും വിജയിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ലക്ഷ്യം. പേരാവൂരും ഇരിക്കൂറും CPM-ന് പിടിതരാത്ത, അങ്ങനെ പെട്ടെന്നൊന്നും വഴങ്ങാത്ത മണ്ഡലമാണ്. അതുകൊണ്ടാണ് പേരാവൂരിൽ അറ്റകൈക്ക് KK ശൈലജയെയോ ജോൺ ബ്രിട്ടാസിനെയോ ഇറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. തണ്ണി ജോസഫിനെ തോൽപ്പിക്കുക എന്നുള്ളത് CPM-ന്റെ ആത്യന്തിക ലക്ഷ്യമാണ്. ഇരിക്കൂരിലും സജി കുറ്റ്യാനിമഠം നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. സജി ജോസഫ് കഴിഞ്ഞ സജി കുറ്റ്യാനിമഠത്തെ തോൽപ്പിച്ചെങ്കിലും സജി കുറ്റ്യാനിമഠം മണ്ഡലത്തിൽ നിന്ന് മാറിയിട്ടില്ല. മണ്ഡലത്തിലുടനീളം നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം. എന്തായാലും 2026 നിയമസഭാ ഇലക്ഷനിൽ കണ്ണൂരിലെ ഈ 4 മണ്ഡലങ്ങൾ CPM-ന്റെ പ്രസ്റ്റീജ് മണ്ഡലങ്ങളാണ്. കണ്ണൂർ CPM-ന്റെ കോട്ടയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇരിക്കൂറും പേരാവൂറും അഴീക്കോടും ഒക്കെ CPM-നെ ചതിച്ച ചരിത്രമുണ്ട്. അഴീക്കോട് MP നികേഷ് കുമാറിനെ KM ഷാജി അട്ടിമറിച്ചതൊക്കെ CPM-ന്റെ ഓർമ്മയിലുണ്ട്. അതിൻ്റെ നടുക്കം CPM-നുണ്ട്. അതിനവിടെ KV സുമേഷിനെ ഇറക്കി കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ P ജയരാജൻ മെനഞ്ഞതുകൊണ്ടാണ് ആ മണ്ഡലം KM ഷാജിയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. എന്തായാലും അതിനിർണായകമാണ് ഈ 4 മണ്ഡലങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം.